Suppose there is a couple and they go through divorce, it is death. ഇനി അടുത്തത് രണ്ട് ഭാര്യ ഭർത്താക്കന്മാർ അവർ തമ്മിൽ ഡിവോഴ്സ് ചെയ്യുമ്പോൾ, അവർ വിവാഹബന്ധം വേർപെടുത്തുമ്പോൾ അത് മരണമാണ്. Are you understanding? So we have got very good friends, when they fight and separate, that is also death. ഇനി അടുത്തത് നല്ല രണ്ട് സുഹൃത്തുക്കൾ അവർ തമ്മിൽ വഴക്കുണ്ടായി പിരിഞ്ഞാൽ അവർ തമ്മിൽ ആ വേർപാട് മരണമാണ്. Now we are about to start to look at soul ties with things other than humans as well. ഇനി നമ്മൾ ഈ പ്രാണബന്ധം ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയത് വ്യക്തികളുമായുള്ള ബന്ധത്തിലാണ്. എന്നാൽ അതിൽ നിന്നും മറ്റു ചില കാര്യങ്ങളുമായി പ്രാണബന്ധനം ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞുതരാം. You can have soul ties with place. നമുക്ക് സ്ഥലങ്ങളുമായി പ്രാണബന്ധനം ഉണ്ടാകും. You can have soul ties with objects. നമുക്ക് ചില വസ്തുക്കളുമായിട്ട് നമുക്ക് പ്രാണബന്ധനം ഉണ്ടാകും. We already seen that we can have soul ties with demonic spirits. ഞാൻ നിങ്ങളെ കാണിച്ചല്ലോ, നേരത്തെ പറഞ്ഞു തന്നല്ലോ, ഈ ദുരാത്മാക്കളുമായിട്ട് നമുക്ക് പ്രാണബന്ധനം ഉണ്ടാകാം. We can also have soul ties with imagination. മാത്രമല്ല നമ്മളുടെ ഭാവനകളുമായിട്ട്, ചിന്തകളുമായിട്ട് നമുക്ക് പ്രാണബന്ധനം ഉണ്ടാകും. So soul ties is much deeper. അതുകൊണ്ട് പ്രാണബന്ധനം എന്ന് പറയുന്നത് വളരെ ആഴമുള്ള ഒരു വിഷയമാണ്. So when I am separated, it is death. അപ്പോൾ ഞാൻ വേർപെട്ടാൽ അതിന്റെ അർത്ഥം അത് മരണം എന്നാണ് അതിന്റെ ശരിയായ അർത്ഥം. So when a human being, he is made up of body, soul and spirit. മനുഷ്യൻ എന്ന് പറയുമ്പോൾ അവന് ദേഹം, ദേഹി, ആത്മാവ്, ഇത് മൂന്ന് ഘടകങ്ങളും കൂടെ ചേർന്നാണല്ലോ. So soul is part of my body. ദേഹി എന്നുള്ളത് എൻ്റെ ശരീരത്തിന്റെ ഭാഗമാണ്. It is made up of a material that is different from the body and the spirit. അത് മാത്രമല്ല, ആത്മാവിനെ ഉണ്ടാക്കിയിരിക്കുന്ന വസ്തു, ശരീരത്തെ ഉണ്ടാക്കിയിരിക്കുന്ന വസ്തു, ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വസ്തുവിനാൽ നിർമ്മിക്കപ്പെട്ടതാണ് നമ്മളുടെ പ്രാണൻ. Okay, but it is connected with the body. എന്നാൽ ശരീരവുമായി വളരെ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. And then you have the spirit. ഇനി അടുത്തത് ആത്മാവാണ്. A person is said to be dead when the spirit leaves the body. നമ്മൾ ഒരു മനുഷ്യൻ മരിച്ചു എന്ന് പറയുന്നത് എപ്പോഴാണ്? ആത്മാവ് അവനിൽ നിന്ന് വേർപെടുമ്പോഴാണ്. The soul can be dysfunctional, but we don't say that person is dead. ഈ ഒരുപക്ഷെ പ്രാണൻ അതിന്റെ പ്രവൃത്തി നിന്നു പോകാം, എന്നാലും അയാൾ മരിച്ചതാണ് നമ്മൾ പറയാറില്ല. Say for example, when a baby is born, ഉദാഹരണത്തിന് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ his soul is not developed. അതിന്റെ പ്രാണൻ, ആ ദേഹി, അത് വളർന്നിട്ടില്ല. The soul develops over a period of time. ആ പ്രാണൻ, ദേഹി വളർന്നു വരുന്നത് കുറെ നാളുകൾ എടുത്താണ്. But we don't say that the baby is dead. പക്ഷെ നമ്മൾ പറയാറുണ്ടോ ഈ കുഞ്ഞ് മരിച്ചതാണെന്ന്? In the same way, suppose I have a mental challenge. ഉദാഹരണത്തിന് എനിക്ക് ഭയങ്കരമായ മാനസിക വെല്ലുവിളി ഉണ്ടെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്നിരിക്കട്ടെ. I have lost control over my mental capacity. എൻ്റെ മാനസിക തലങ്ങളെ നിയന്ത്രിക്കാനുള്ള നിയന്ത്രണം എന്നിൽ നഷ്ടപ്പെട്ടു, അത് എൻ്റെ നിയന്ത്രണത്തിന് അപ്പുറമാണെന്നിരിക്കട്ടെ. But you still will not call the person dead. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ അദ്ദേഹം മരിച്ച വ്യക്തിയാണെന്ന് പറയാറില്ല. But when the spirit gets separated from the body, we say it is dead. എന്നാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുമ്പോൾ നാം ആ വ്യക്തി മരിച്ചു, അല്ലെങ്കിൽ നാം മരിച്ചു എന്ന് പറയും. So death is not when we stop breathing, but death is when we get separated. അപ്പോൾ ശ്വാസം നിലയ്ക്കുന്ന അവസ്ഥയല്ല മരണം, നമ്മൾ വേർപെടുന്ന അവസ്ഥയാണ് മരണം. Because with latest technology, they can keep the body functioning normally even though the person is dead and the spirit is gone. ഇന്ന് നമുക്കുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഈ മനുഷ്യൻ, ഒരു വ്യക്തി മരിച്ചാലും ആ ഉപകരണങ്ങൾ, സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് അവന്റെ ശരീരഭാഗങ്ങളെ പ്രവർത്തിപ്പിക്കാൻ കഴിയും. So that is one death. അതാണ് മരണത്തെക്കുറിച്ചുള്ള ഒരു വിശദീകരണം. Second is, suppose I am working somewhere. രണ്ടാമത്തെ കാര്യം, ഞാൻ എവിടെയെങ്കിലും ജോലി ചെയ്യുന്നിരിക്കട്ടെ. If I lose the job, എനിക്ക് ജോലി നഷ്ടമായാൽ, if I get redundant or they send me away, they terminate my job. അവരെ എന്നെ അവിടെ നിന്ന് പുറത്താക്കുകയോ അല്ലെങ്കിൽ എൻ്റെ ജോലിയിൽ നിന്ന് എന്നെ പുറത്താക്കുകയോ പറഞ്ഞു വിടുകയോ ചെയ്താൽ, it is like death. അത് മരണമാണ്.
Suppose there is a couple and they go through divorce, it is death. ഇനി അടുത്തത് രണ്ട് ഭാര്യ ഭർത്താക്കന്മാർ അവർ തമ്മിൽ ഡിവോഴ്സ് ചെയ്യുമ്പോൾ, അവർ വിവാഹബന്ധം വേർപെടുത്തുമ്പോൾ അത് മരണമാണ്. Are you understanding? So we have got very good friends, when they fight and separate, that is also death. ഇനി അടുത്തത് നല്ല രണ്ട് സുഹൃത്തുക്കൾ അവർ തമ്മിൽ വഴക്കുണ്ടായി പിരിഞ്ഞാൽ അവർ തമ്മിൽ ആ വേർപാട് മരണമാണ്. So now all this will cause grief. ഇതെല്ലാം നമ്മുടെ അകത്ത് വേദന, വ്യസനം, വിഷാദമുണ്ടാക്കും. But grief has a cycle. എന്നാൽ ഈ വിഷാദത്തിന്, വേദനയ്ക്ക്, ഈ ദുഃഖത്തിന് ഒരു ചാക്രിയ സ്വഭാവമാണ്, ഒരു സൈക്കിൾ പോലെയാണ്. Though we call it cycle, it does not operate in a cycle. It does not come in a sequence. അത് നമ്മൾ ഈ ഒരു ചാക്രിയ സ്വഭാവം ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും ഇത് അതിന്റെ നിരക്കൊന്നും അല്ല പ്രവർത്തിക്കുന്നത്. There are different components of this cycle and they may operate in different people differently. ഈ ദുഃഖ ചക്രത്തിൽ പല കാര്യങ്ങളുണ്ടല്ലോ, അവ ചിലതൊക്കെയും ഒരുമിച്ച് ചില സമയങ്ങളിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഓരോ വ്യക്തികളിലും വ്യത്യസ്തമായ നിലയിലാണ് പ്രവർത്തിക്കുന്നത്. But I will mention the components so you understand. പക്ഷേ ഞാൻ ഈ ചക്രത്തിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറയാം, അപ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാകും. So first thing is, when there is a death, it is like it causes us an emotional turmoil. ഒരു മരണമുണ്ടാകുമ്പോൾ മാനസികമായ വളരെ ഒരു വേലിയേറ്റം, ഭയങ്കര ഒരു മാനസികമായ വലിയ തകർച്ചയിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. Our brain was not created to absorb lot of emotional pain. നമ്മുടെ ഈ തലച്ചോറ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് വേദനയൊന്നും സഹിക്കുന്ന പാകത്തിലല്ല. There is water in this bottle. ഈ ബോട്ടിൽ വെള്ളമുണ്ട്. This water can stay in the bottle for months. ഈ ബോട്ടിലകത്ത് ഈ വെള്ളത്തിന് മാസങ്ങളോളം ഇരിക്കാൻ പറ്റും. Because it is constructed to contain the water. Liquid. കാരണം ഈ ബോട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ എന്ത് ദ്രാവക വസ്തുക്കളെയും ഉൾക്കൊള്ളുന്ന തരത്തിലാണ്. But there are, when you go to a fast food restaurant, they give you water in a paper cup. എന്നാൽ നമ്മളൊരു ഹോട്ടലിലൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ പോയാൽ അവിടെ നമുക്കൊരു പേപ്പർ കപ്പിനകത്താണ് വെള്ളം തരുന്നത്. Now the paper cup will allow you to drink water, but if you leave the water in the paper cup very long, then that cup will start melting and it will start leaking. ഈ പേപ്പർ കപ്പ് ഉപയോഗിച്ച് നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റും. എന്നാൽ ആ പേപ്പർ കപ്പിൽ ആ ദ്രാവകം വെള്ളം കുറേ നേരത്തേക്ക് ദിവസങ്ങളെല്ലാം വെച്ചാൽ കുറേ കഴിയുമ്പോൾ ആ വെള്ളം അതിൽ പിടിക്കുകയും അത് കുതിരുകയും വെള്ളം അതിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യും. In the same way, ഇതുപോലെ your body and my body, എൻ്റെ ശരീരവും നിങ്ങളുടെ ശരീരവും, our brain is not constructed, നമ്മുടെ തലച്ചോറും അതുപോലെ ഉണ്ടാക്കപ്പെട്ടതല്ല. It is not constructed to carry lot of burden. ഇതുപോലെ ഒരുപാട് ഭാരങ്ങളും വ്യതകളും വിഷാദങ്ങളൊക്കെ ചുമക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല തലച്ചോറ്. So if you are carrying too much grief or emotions within yourself, over a period of time it starts leaking in your body. From your soul it starts leaking into your body. അപ്പോൾ നമ്മുടെ ഈ പ്രാണനിൽ ദുഃഖമോ എന്തെങ്കിലും വികാരങ്ങളോ ദുഃഖമോ നമ്മൾ ഒരു ഭാരമോ ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ ഇത് അവിടെ വെച്ചാൽ ചുമന്നാൽ ഈ പ്രാണനിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് ഇത് ഒഴുകിയെത്തും. So I have found that people can have body aches. ഞാൻ ചില ആളുകളെ കണ്ടിട്ടുണ്ട്, അവർക്ക് ശരീരത്തിൽ ഭയങ്കര വേദനയുണ്ട്. Because they have been carrying emotions in themselves. അതിന്റെ കാരണം നോക്കിയാൽ അവർ ചില വികാരങ്ങളെ ഒരു പരിധിക്കപ്പുറം ചുമന്നുകൊണ്ട് നടക്കുന്നവരാണ്. I was ministering in a church in Adur. ഞാൻ അടൂരിൽ ഒരു സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ and I had ministered, I had taught a few things like this. ഞാൻ ഇതുപോലെ അവരെയും ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു. And then one ammachi came to me. എന്നിട്ട് ഒരു അമ്മച്ചി എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, she had severe swelling in her body. ശരീരത്തിൽ ഭയങ്കര നീരായിരുന്നു. So as I'm starting to pray for her, the Holy Spirit told me, ask her, has she got bitterness? ഞാൻ പ്രാർത്ഥിക്കുന്ന സമയം പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു, എന്നോട് പറഞ്ഞു, അമ്മച്ചിയോട് ചോദിക്കുക, അമ്മച്ചിയുടെ മനസ്സിൽ ആരോടെങ്കിലും കയ്പുണ്ടോ? The moment I asked her, she started complaining about her son and daughter-in-law. ഞാനത് ചോദിച്ചപ്പോൾ ഉടനെ അമ്മച്ചി മകനെ കുറിച്ചും മരുമകളെ കുറിച്ചും കുറ്റം പറയാൻ തുടങ്ങി.
So I said, Amachi, the thing is that I am not here to hear all this, but you are here to get a healing. What God is saying is that if you release your bitterness, God will heal you. ഞാൻ പറഞ്ഞു, അമ്മച്ചി, ഞാൻ ഇവിടെ നിൽക്കുന്നത് അമ്മച്ചിയുടെ ഇതെല്ലാം കേൾക്കാൻ വേണ്ടിയല്ല, പകരം അമ്മച്ചിക്ക് ഒരു സൗഖ്യമുണ്ടാകാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത് വിട്ടുകളയാമെങ്കിൽ ദൈവം ഒരു സൗഖ്യം തരും എന്ന് പറഞ്ഞു. So Ammachi she was in a lot of pain, so she found it very difficult to forgive them. അമ്മച്ചിയുടെ വേദന വളരെ ആഴമുള്ളതാണ്, അതുകൊണ്ട് തന്നെ അവരെ ക്ഷമിക്കാൻ അമ്മച്ചിക്ക് ഒട്ടും കഴിയുമായിരുന്നില്ല. So I said to her, I'm happy to pray for you, but nothing will change in your life. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി, എനിക്ക് പ്രാർത്ഥിക്കുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല, പക്ഷേ ഇത് ഒരു മാറ്റവും അമ്മച്ചി കൊണ്ടുവരത്തില്ല. But if you forgive them right now, the swelling will go before I finish praying. ഞാൻ പറഞ്ഞു, എന്നാൽ അമ്മച്ചി അവരെ ക്ഷമിക്കാൻ തയ്യാറായാൽ ഞാൻ ഈ പ്രാർത്ഥിച്ച ആമേൻ പറയുന്നതിന് മുമ്പേ അമ്മച്ചിക്ക് സൗഖ്യം ഉണ്ടാവും എന്ന് പറഞ്ഞു. So she just stood on the side and she just wept. Her pain was severe. She just stood there and wept for half an hour. അമ്മച്ചി അവിടെ നിന്ന് കരയാൻ തുടങ്ങി. ഒരു അരമണിക്കൂറോളം കരഞ്ഞു. അത്രയ്ക്കും വേദനയുണ്ട് ഹൃദയത്തിൽ. I ministered to all the others and finally she came to me and said, I'm ready. ഞാൻ മറ്റുള്ളവരൊക്കെ ശുശ്രൂഷിച്ചിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ അമ്മച്ചിയുടെ അടുത്തോട് പറഞ്ഞു, ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. I prayed for her. ഞാൻ പ്രാർത്ഥിച്ചു. Instantly God healed her. ക്ഷണത്തിൽ അമ്മച്ചിയെ കർത്താവ് സൗഖ്യമാക്കി. Before even I started praying, halfway through I could see the swelling go down. ഞാൻ പ്രാർത്ഥിച്ച പകുതി ആയില്ല, ഞാൻ നോക്കിയപ്പോൾ ആ ശരീരത്തിന്റെ നീരൊക്കെയും മാറാൻ തുടങ്ങി. Why? Because the pain was so much that her soul was not able to carry it, so it was starting to leak into the body. അപ്പോൾ ആ വേദന വളരെ വലുതായിരുന്നു. അമ്മച്ചിയുടെ പ്രാണന് അത് താങ്ങാൻ കഴിയുന്നതിന് അപ്പുറമായിരുന്നു. അതുകൊണ്ട് അത് പ്രാണനിൽ നിന്ന് ശരീരത്തിലേക്ക് ആ വേദനകൾ ഒഴുകി വന്നു. So when we have a death or a shocking incident happen to us, our brain is not able to carry the emotions. അപ്പോൾ നമുക്ക് ഒരു മരണമോ അല്ലെങ്കിൽ താങ്ങാൻ കഴിയാത്ത ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ തലച്ചോറിൽ നിന്ന് ആ ഭാരങ്ങൾ ശരീരത്തിലേക്ക് വരുന്നു. So what our brain does, it releases chemicals immediately and it will shut down the receptors that actually pick up these emotional feelings. അപ്പോൾ നമ്മുടെ ഈ തലച്ചോർ എന്ത് ചെയ്യും? ആ സമയത്ത് ഇതെല്ലാം വഹിച്ചിട്ട് ഉടനെ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ വികാരങ്ങൾ പുറത്തു പോകാതിരിക്കാൻ. So what it immediately does, there are receptors that picks up our emotions. It will shut those receptors down. So it is like we are in a drugged state. അപ്പോൾ നമ്മുടെ ഈ വികാരങ്ങളൊക്കെയും ഉൾക്കൊള്ളുന്ന, അതിനൊക്കെ സ്വീകരിക്കുന്ന ചില ക്രമീകരണങ്ങൾ നമ്മുടെ തലച്ചോറിലുണ്ട്. അതെല്ലാം അങ്ങ് അടയും. എന്നിട്ട് ഈ വേദനകളെല്ലാം നിന്നിട്ട് അത് വലിയ ഭാരമായി തീരും. We calm down. എന്നിട്ട് നമ്മളിങ്ങനെ അങ്ങ് മൗനത്തിലാകും. നമുക്കൊന്നും ചെയ്യത്തില്ല. ഇങ്ങനെ വെള്ളം അടിച്ച് ഇങ്ങനെ പൂസായിരിക്കുന്നത് പോലെ മൗനമായിട്ട് ഏകാഗിയായിട്ട് എവിടെയെങ്കിലും ഇങ്ങനെ മൂലയ്ക്ക് ഇരിക്കാൻ തുടങ്ങും. That is why when we go to a family that has just lost a family member, you find that they are in a state of shock and they are very calm. അതുകൊണ്ടാണ് അങ്ങനത്തെ വീടുകളിൽ പോയാൽ ഈ നഷ്ടം സംഭവിച്ച ആളുകൾ വളരെ ശാന്തരായിട്ട് ഏകാഗികളായിട്ട് മൗനമായി ഒരു മൂലയ്ക്ക് ഇരിക്കുന്നത് കാണാൻ പറ്റും. So when we go visit a family that has lost a family member, they are in shock. These chemicals have been released and they are very calm now. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള വീടുകൾ സന്ദർശിക്കാൻ പോയാൽ ഈ നഷ്ടം, ആ വേർപാട് അവർക്ക് ഇങ്ങനത്തെ മാനസികാഘാതങ്ങൾ ഉണ്ടാക്കി അവരങ്ങനെ ഒറ്റയ്ക്ക് മൗനമായി ഇരിക്കുന്നത് കാണാൻ കഴിയും. No, they are not maunam, they are calm. അവർ മൗനമല്ല, അവരിങ്ങനെ ശാന്തരായിട്ട്. That's the word. So they are very calm, and when we look at them we think, oh, it has not affected them emotionally. നമ്മൾ നോക്കും, അവരിങ്ങനെ ശാന്തരായിട്ടിരിക്കുന്നു, അവർക്ക് ഇതൊന്നും അവരെ ബാധിച്ചില്ലേ, ഇതൊന്നും അവർക്കൊരു വികാരമില്ലാതിരിക്കുന്നല്ലോ എന്ന് നമുക്ക് തോന്നാം. But what happens is this chemical that is released is there only for a short while. എന്താ അവിടെ സംഭവിച്ചത്? അവർക്കുണ്ടായ ആ രാസമാറ്റങ്ങൾ, ആ രാസപ്രക്രിയകൾ കുറച്ചു നേരം മാത്രമാണ് അവരിൽ തങ്ങി നിന്നത്. And after that again the explosive emotion starts flowing. അത് കഴിഞ്ഞിട്ട് കുറെ കഴിയുമ്പോൾ ആ രാസമാറ്റങ്ങൾ എല്ലാം ഇങ്ങനെ പൊട്ടിത്തെറിച്ച് വികാരങ്ങളൊക്കെയും വീണ്ടും പൊങ്ങി വരും. So they will start crying, they will have anger. So one of the things that will show up is they will have grief, but at the same time they will have anger towards a person who died. അവർക്ക് കരച്ചിലുണ്ടാകും, ദേഷ്യമുണ്ടാകും. നിങ്ങൾക്കറിയാമോ, ഈ മരിച്ച വ്യക്തിയോട് ഇവർക്ക് ദേഷ്യം ഉണ്ടാകും.
Sometimes they will be angry at themselves. ചിലപ്പോൾ അവരോടായിരിക്കും അവർക്ക് ദേഷ്യം. You know, recently I visited somebody who had lost his dad. ഞാൻ ഈ അടുത്തിടയ്ക്ക് അച്ഛനെ നഷ്ടമായ ഒരു വ്യക്തിയെ കണ്ടു. And when we started talking, he shared with me that he was disappointed with himself that he had not taken his dad to visit some more places and families. അദ്ദേഹം ഞാൻ അതോട് സംസാരിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അദ്ദേഹത്തിനോട് തന്നെ ദേഷ്യത്തിലാണ്. കാരണം അപ്പനെ ഒരുപാട് പേരെടുത്ത് കൊണ്ടുപോകണം, കുടുംബങ്ങളിൽ കൊണ്ടുപോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും നടന്നില്ലല്ലോ എന്ന് ഓർത്ത് അയാളോട് ദേഷ്യപ്പെട്ടിരിക്കുക. But he had taken them to as many as possible. His dad's condition was so bad because of cancer, it was just not possible to take him anywhere. അദ്ദേഹത്തിന്റെ പിതാവിന് ക്യാൻസർ ആയിരുന്നു, ഒത്തിരി ഒന്നും യാത്ര ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. എങ്കിലും ഈ പരിമിതികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പറ്റുന്നിടത്തോളം എല്ലായിടത്തും അദ്ദേഹം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. And so it was not possible to take him any more places. പിന്നീട് ഇങ്ങനൊരു അവസ്ഥയിലായി, ഒരിടത്തും കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിൽ ക്ഷീണാവസ്ഥനായി ആ പിതാവ്. But still, this boy was feeling guilty and he was angry and disappointed with himself that he had not taken him to some more places. എന്നിട്ടും ഇനി അവിടെ കൊണ്ടുപോകാൻ പറ്റിയില്ലല്ലോ, ഇവിടെ കൊണ്ടുപോകാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ വ്യക്തിക്ക് അയാളോട് തന്നെ ദേഷ്യവും ദുഃഖവും അരിശവും ഒക്കെ ഉണ്ടായി. There are chances that we will also be angry with other people also. ചില സാഹചര്യമുണ്ട്, നമുക്ക് മറ്റുള്ള വ്യക്തികളോട് ദേഷ്യം തോന്നും. Then there will be hopelessness or despair. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടാകുന്നതാണ് വളരെ നമുക്ക് ഭയങ്കര നിരാശയുണ്ടാകും. നമുക്ക് ഭാവിയെക്കുറിച്ച് ഒരു പ്രത്യാശയും കാണത്തില്ല. അങ്ങനെ തകർച്ചയിലാണ്. Like for example, my husband is dead or my father is dead. What will I do? I don't know to do anything. All this despair will start coming. ഉദാഹരണത്തിന് നമുക്കുണ്ടാകുന്ന ആശങ്കകൾ, എൻ്റെ അച്ഛൻ മരിച്ചുപോയി, എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, എനിക്കിനി നാളെ എന്തോ ആകുമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെയുള്ള ആശങ്കകൾ ഉണ്ടാകും. So grief cycle has all these components. അപ്പോൾ ഈ വ്യസന ചക്രത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിലുണ്ട്. So number 1, shock. ഒന്നാമത്തത് നമുക്കുണ്ടാകുന്ന ആഘാതമാണ്, ഷോക്കാണ്. Second is calm, they are calm. 2 ഒരു വല്ലാത്ത ശാന്തതയാണ്. Third is denial. Like sometimes when though we know that the person is dead, we still look at them and say, no, it looks like he's just sleeping, he's going to stand up and come up again. മറ്റൊന്ന്, ഈ കാര്യങ്ങളെ അതിൻ്റെ വസ്തുതയെ, സത്യത്തെ നമ്മൾ അംഗീകരിക്കാതെ നമ്മളതിനെ തിരസ്കരിച്ചുകൊണ്ടിരിക്കും. അവർ പറയില്ല, മരിച്ചിട്ടില്ല, ഇപ്പോൾ എഴുന്നേറ്റ് വരും. അങ്ങനെ ഉള്ള അവസ്ഥ. Or, if you have lost a job, your job has been terminated, you say, I think it is a technical error, some typing error, they will call me back very soon. നമ്മൾ ഒരു ജോലിയൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് ചിന്തിക്കും, അതെന്തോ ചെറിയ ടെക്നിക്കൽ പ്രശ്നം ഉണ്ടായതാണ്, എനിക്ക് ഉറപ്പാണ് അവരെന്നെ ഇപ്പം ജോലിക്ക് തിരിച്ചെടുക്കും എന്നൊക്കെ ചിന്തിക്കും. I'm very sure that my husband is gone, my wife is gone, but they will come back. They will realize how useful I am. എൻ്റെ ഭർത്താവ് പോയെന്നുള്ളത് ശരിയാണ്, അല്ലെ ഭാര്യ പോയെന്നുള്ളത് ശരിയാണ്. അവർ മനസ്സിലാക്കും ഞാൻ എത്രമാത്രം നല്ലതാണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ടതാണ്. അത് മനസ്സിലാക്കി അവർ തീർച്ചയായിട്ടും തിരിച്ചു വരും. Another component of it is grief, deep grief, deep sorrow. അതിനകത്തുള്ള മറ്റൊന്നാണ് അതിവ്യഥ, ഭയങ്കര ആഴത്തിലുള്ള വ്യസനം, ദുഃഖം. Another one is anger towards self, anger towards the person who died, or anger towards others. ഈ വ്യസന ചക്രത്തിലെ മറ്റൊരു കാര്യമാണ്, ഒന്ന് തന്നോട് തന്നെ ദേഷ്യം തോന്നുക, മറ്റുള്ളവരോട് ദേഷ്യം തോന്നുക, ആ വ്യക്തിയോട് ദേഷ്യം തോന്നുക, ഇങ്ങനെ ദേഷ്യത്തിന്റെ ഒരു ഭാഗം. And last is hopelessness. നാലാമത്തത് എന്ന് പറയുന്നത് പ്രത്യാശയില്ലായ്മയാണ്. So as I said, these components may not operate in a singular circular portion. You visit somebody who's lost a family member, they may seem very calm. Half an hour later, somebody else goes and visits them, they are crying. Half an hour later, somebody else goes visit them, they are very angry. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ ഘടകങ്ങളെല്ലാം ഒരുപോലെ ഞാൻ ഈ പറഞ്ഞ നിരക്ക് ഒരാളിൽ പ്രവർത്തിക്കത്തില്ല. പക്ഷേ ഇങ്ങനെ ഉണ്ടാകണം. നമ്മളൊരാളെ അങ്ങനെ ചെന്ന് കാണാൻ പോകുമ്പോൾ ചില സമയത്ത് അവർ വളരെ ശാന്തനായിരിക്കും. വേറൊരാൾ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും. വേറൊരാൾ വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതേ വ്യക്തി ഭയങ്കരമായിട്ട് കരയായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കയറിയും ഇറങ്ങിയും ഒക്കെ അവരിൽ കാണാം. So the grief cycle lasts for about 1 year. സാധാരണയായിട്ട് ഈ വ്യസന ചക്രം എന്നുള്ളത് 1 വർഷമാണ് ഒരു വ്യക്തിയിൽ നിൽക്കേണ്ടത്, അല്ല നിൽക്കാൻ ചാൻസ് ഉള്ളത്. So but the occurrence of these things, the speed of that decreases as time goes by.
എന്നാൽ കാരണം ഈ ഘടകങ്ങളെല്ലാം കൂടെ അവരിൽ വെളിപ്പെടുന്ന ആ അവസ്ഥ അത് എത്രത്തോളം വരുന്നോ അത്രത്തോളം അത് കൂടുന്തോറും അവരുടെ അകത്ത് അത് കുറഞ്ഞു വരും. So if you visit somebody who's lost a family member, lost a job, don't try to console them, just sit quietly and listen. അതുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടവരോ അങ്ങനെയുള്ളവരുടെ അടുക്കൽ നിങ്ങൾ പോകുമ്പോൾ നാം എന്തെങ്കിലും അവരോട് അങ്ങ് പറയാൻ നിൽക്കാതെ അവർ പറയുന്നത് കേൾക്കുക, ശാന്തമായി കേൾക്കുക. They know all these things, but this is the grief cycle that is operating. Just allow them to speak, allow them to experience their grief. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് അറിയാൻ വയ്യാത്തതല്ല, അവർക്കെല്ലാം അറിയാം. പക്ഷേ അവർ ആ ഒരു പ്രത്യേക ഘട്ടത്തിലൂടെ പ്രക്രിയയിലൂടെ കടന്നു പോകാൻ അനുവദിക്കുക, ശാന്തരായിരിക്കുക. So it's very important that we understand this process. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രക്രിയ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. What we do is, if anybody in my congregation loses a family member, എൻ്റെ കൂട്ടായ്മയിൽ ആർക്കെങ്കിലും കുടുംബാംഗങ്ങളെ നഷ്ടമായാൽ ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? we normally visit them for as we usually do. സാധാരണ ചെയ്യുന്ന പോലെ ഞങ്ങൾ അവരെ ചെന്ന് സന്ദർശിക്കും. But I make a special visit to them at the end of a month. ഒരു മാസം കഴിയുമ്പോൾ ഞാൻ പ്രത്യേകമായി അവരെ ചെന്നൊന്ന് സന്ദർശിക്കും. And then that's the time I lead them through praying, breaking ungodly soul ties between them and the person who is dead, or the job that they have lost, or the husband who is gone. I lead them through a prayer. ആ സമയത്താണ് ഞാൻ നഷ്ടപ്പെട്ട ആ വ്യക്തിയോട് അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ജോലിയോട് ഒക്കെയുള്ള ആ പ്രാണബന്ധനങ്ങളെ മുറിച്ച് ഞാൻ അവരെ മുറിക്കാനുള്ള പ്രാർത്ഥനയിൽ അവരെ നയിക്കുന്നത്. As soon as I do that, the grief that they were feeling lifts off, because they had an ungodly soul tie with the person who died. ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ അകത്തുള്ള ആ വേദന, ആഴമേറിയ വ്യസനം അവരിൽ നിന്ന് മാറിപ്പോകും. കാരണം ആ മരിച്ച വ്യക്തിയുമായിട്ട് അവർക്ക് എന്തുണ്ട്, ഒരു പ്രാണബന്ധനമുണ്ടായിരുന്നു. We have to remember that grief cycle should not be lasting for more than 1 year. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ദുഃഖത്തിന്റെ ഈ ചക്രം, ഈ ഘട്ടം, ഇത് ഒരു വർഷത്തിൽ കൂടുതൽ ഒരു വ്യക്തിയിൽ ഉണ്ടാകാൻ പാടില്ല. അത് പ്രത്യേകം നാം മനസ്സിലാക്കണം. Because if we continue to grieve, I'm not saying that you should not remember. You have to understand the difference. But if we continue to grieve for somebody who died more than a year ago, that opens the realm for the demonic spirit of grief and anxiety to come into our life. ഇപ്പോൾ നമ്മൾ ഈ മരിച്ച വ്യക്തികളെ ഓർക്കരുതെന്നല്ല ഞാൻ ഈ പറഞ്ഞത്, പക്ഷേ അവരെക്കുറിച്ചുള്ള വ്യസനം, ആ ദുഃഖം ഒരു വർഷത്തിൽ കൂടുതൽ നിൽക്കരുത്. കാരണം അങ്ങനെ നിന്നാൽ ഈ വ്യസനത്തിനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ദുരാത്മാക്കൾ അതുമായി നാം പ്രാണബന്ധത്തിൽ ഏർപ്പെടും. It will open doors for other spirits to come, sickness to come. അതുമാത്രമല്ല, ആ പ്രാണബന്ധം മറ്റു പല രോഗങ്ങൾ നമുക്ക് വരാനായിട്ടുള്ള വാതിലുകൾ നാം തുറന്നു കൊടുക്കുകയാണ്. So, my grandfather died. I was very close to him. എൻ്റെ അപ്പച്ചൻ മരിച്ചു, പക്ഷെ ഞാൻ അദ്ദേഹവുമായിട്ട് വളരെ ആഴമേറിയ ബന്ധമുണ്ടായിരുന്നു. I did not get, because when he passed away, I was in the middle of my exam. I could not be part of the funeral. Funeral brings closure many times. അദ്ദേഹം മരിച്ച സമയത്ത് ഞാൻ ഒരു എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടക്കത്തിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. ഈ അടക്കം എന്നുള്ളത് അല്ലെങ്കിൽ ശവസംസ്കാരം ചില കാര്യങ്ങൾക്കൊക്കെയും അവസാനം വരുത്തുന്ന കാര്യമാണ്. So years after he had died, my wound of the loss was still open. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ നഷ്ടമായതിന്റെ ആ വേദന, മുറിവ് എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. And so I would have visitations of grandfather in dreams, and I would feel that he was near me all the time. അതുകൊണ്ട് തന്നെ എൻ്റെ സ്വപ്നത്തിൽ അദ്ദേഹം വരുമായിരുന്നു. മാത്രമല്ല, എപ്പോഴും എൻ്റെ ചുറ്റുപാട് ഉണ്ടെന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. And then I realized that actually it's a familiar spirit that is taking advantage of my wound that was visiting me. എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ അകത്തുള്ള ഈ മുറിവിനെ മുതലെടുക്കുന്ന ഒരു ദുരാത്മാവ്, നേരത്തെ പറഞ്ഞ പോലെ വെളിച്ചപ്പാട് അല്ലെ പരിചയത്തിന്റെ ആ ദുരാത്മാവാണ് ഇതിന്റെ പിന്നിലെന്ന് എനിക്ക് മനസ്സിലായി. And as soon as I broke off ungodly soul ties with granddad, those visitations stopped. And also the dreams also stopped. അപ്പോൾ ഞാൻ എൻ്റെ അപ്പച്ചനുമായിട്ടുള്ള ദൈവഹിതമില്ലാത്ത പ്രാണബന്ധം എപ്പോൾ ഞാൻ മുറിച്ചു മാറ്റിയോ, അപ്പോൾ ഈ സ്വപ്നത്തിലെ വരുന്നതും അതുപോലെ എൻ്റെ ചുറ്റും നിൽക്കുന്ന ആ ഫീലിങ്ങും എല്ലാം മാറിപ്പോയി. Are you understanding? So
we have to understand that if we have not broken off ungodly soul ties and we have not sorted out the pain that we have with somebody who is passed away, it can leave the door open for demonic spirits to use that and come and influence us. അപ്പോൾ നമുക്ക് ഈ മരിച്ച വ്യക്തികളുമായിട്ടുള്ള പ്രാണബന്ധനം നാം മുറിച്ചു മാറ്റുന്നില്ല എങ്കിൽ, അതുമായി ബന്ധപ്പെട്ട വികാരങ്ങളെ നാം തിരിച്ചറിഞ്ഞ് അതിനെ കൈകാര്യം ചെയ്യുന്നില്ല എങ്കിൽ, അവ ഈ ദുരാത്മ മണ്ഡലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് പ്രവർത്തിക്കാനുള്ള വാതിലുകൾ നാം തുറന്നു കൊടുക്കുകയാണ് എന്ന് നാം മനസ്സിലാക്കണം. Another thing that we have to remember is abortion and miscarriage. അടുത്ത ഒരു കാര്യമാണ് നമുക്ക് ഗർഭചിത്രങ്ങൾ അല്ലെങ്കിൽ ഗർഭാലസ്യം പോകുന്നത്, ഗർഭാലസ്യം ഇവ. So when we are carrying a baby, it might be the woman carries, but the husband is also part of it. ഒരു സ്ത്രീ അവൾ ഗർഭവതിയാകുമ്പോൾ ആ പുരുഷനും അതിന്റെ ഭാഗം തന്നെയാണ്. You know, so if there is an abortion that has happened, it can have huge impact on the husband and wife. അപ്പോൾ ഈ അബോർഷൻ, ഗർഭചിത്രം സംഭവിച്ചാൽ ആ ഭാര്യ ഭർത്താക്കളുടെ മേൽ വലിയ ആഘാതം, വലിയ പ്രശ്നങ്ങളാണ് കൊണ്ടുവരുന്നത്. You know, abortion is taking somebody's life. ഈ അബോർഷൻ എന്ന് പറയുന്നത്, ഗർഭചിത്രം എന്ന് പറയുന്നത് ഒരാളെ കൊല്ലുക എന്നതിന് തുല്യമാണ്, കൊല്ലുക തന്നെയാണ്. Many times people do this because of their ignorance. പല സമയങ്ങളും ആളുകൾ ഇതിൽ ഏർപ്പെടുന്നത് ചെയ്യുന്നത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ്. And then they find that they are emotionally unstable, but they can't identify why they are feeling like that. എന്നാൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് വൈകാരിക തലങ്ങളിൽ ഒരു വലിയ ഏറ്റക്കുറച്ചിലുകൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് മനസ്സിലാകത്തില്ല എന്തുകൊണ്ടാണ് എനിക്ക് ഈ സംഭവിക്കുന്നതെന്ന്. You know, one young couple came to me. They could not identify, but every year around the same time for 1-2 weeks they would feel very, very sad. എൻ്റെ അടുത്ത് ഒരു യുവ ദമ്പതികൾ കടന്നു വന്നു. അവർ നോക്കുമ്പോൾ അവരുടെ ഒരു വർഷത്തിൽ ഒരു പ്രത്യേക സമയങ്ങളിൽ 1-2 ആഴ്ചകളിൽ ഒരു ഇങ്ങനത്തെ വൈകാരിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതിന്റെ കാരണം എന്തെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞ അടുത്ത് വന്നു. Be very, very sad, grief and almost depressed. ആ സമയങ്ങൾ വലിയ ദുഃഖങ്ങൾ ഉണ്ടാകും, അതുപോലെ തന്നെ അവർക്ക് നിരാശയുണ്ടാകും, വളരെ വ്യസനത്തിലാകും. When they came to me and we started talking, we were able to identify that was the time when they had aborted a baby. ഞാനുമായി സംസാരിക്കുന്ന സമയത്ത് അവർ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. ആ പ്രത്യേക സമയത്താണ് അവരൊരു കുഞ്ഞിനെ ഗർഭചിത്രം ചെയ്തത്. You know, another couple, they had a miscarriage, and every time around that time they would have these grief experiences or episodes of grief. മറ്റൊരു ദമ്പതിമാരുടെ ജീവിതത്തിലാണെങ്കിൽ അവരുടെ ഗർഭം അലസിപ്പോയതാണ്. പക്ഷേ ആ സമയവുമായി ബന്ധപ്പെട്ട് വളരെ ദുഃഖവും വ്യസനവും പ്രശ്നങ്ങളും അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് കണ്ടു. So we helped them to break off ungodly soul ties with the baby that was lost. അങ്ങനെ നഷ്ടമായ ആ കുഞ്ഞുമായി ഉണ്ടായിരുന്ന പ്രാണബന്ധനം മുറിച്ചു മാറ്റുവാൻ ഞങ്ങളെ അവരെ സഹായിച്ചു. See, you have to understand that they still are the parents of that baby that was lost. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആ നഷ്ടമായ കുഞ്ഞിന്റെ മാതാപിതാക്കൾ അവർ തന്നെയാണ്, ഇപ്പോഴും അവർ അത് തന്നെയാണ്. And we are not saying not to remember them. അവരെ ഓർക്കണ്ട എന്നല്ല നാം ഈ പറയുന്നത്. But what I'm saying is that there is an ungodly soul tie between the child that was lost and the body. ഞാൻ പറയുന്ന കാര്യം, നമ്മുടെ ശരീരവും ആ നഷ്ടമായി പോയ കുഞ്ഞും തമ്മിലുള്ള ദൈവഹിതമല്ലാത്ത പ്രാണബന്ധനത്തെയാണ് നാം മുറിച്ചു മാറ്റേണ്ടത്. There can also be an emotional bond in that. അത് മാത്രമല്ല ഒരു വൈകാരിക ബന്ധമുണ്ടാകും. So we help them to name the child and release the child. ആ സമയത്ത് ആ കുഞ്ഞിന്റെ പേര് പറഞ്ഞ് ആ കുഞ്ഞിനെ സ്വതന്ത്രമാക്കാൻ ഞങ്ങൾ അവരെ സഹായിക്കും. There are lots of things around it, but I don't have time to go into the details of it. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗത്തിൽ പോവുകയാണ്. So another one is there will be a soul tie between husband and wife. മറ്റൊന്ന്, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഒരു പ്രാണബന്ധം ഉണ്ടാകും. That is why if somebody misbehaves with me, Jesse will be able to pick it up. അതുകൊണ്ടാണ് ആരെങ്കിലും ഞാനുമായി പ്രശ്നം ഉണ്ടായാൽ എൻ്റെ ഭാര്യ പെട്ടെന്ന് മനസ്സിലാവും. She will say, you are not normal today, Sajan. Something has happened. What has happened? വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഭാര്യ പറയും, സാജൻ എന്തോ നോർമൽ അല്ലല്ലോ, എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയും. How many of you women are able to understand if your husband is going through some challenges? എത്ര സ്ത്രീകൾക്ക്, ഭാര്യമാർക്ക് പറയാൻ കഴിയും, ഞങ്ങൾ ഭർത്താക്കന്മാർ എന്തോ മാനസിക പ്രശ്നത്തിൽ പോകുകയാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടോ? മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറയുന്നവരുടെ കൈ. Why? Because there is a soul tie between you and your husband. കാരണം മറ്റൊന്നുമല്ല, ഭർത്താവുമായിട്ട് ഒരു പ്രാണബന്ധം ഉണ്ട്. You know,
sometimes, so I would be going out to minister in the nights and I would not be home, and Jesse would go to bed. ഞാൻ ചില സമയങ്ങളിൽ ശുശ്രൂഷകൾക്ക് വേണ്ടി യാത്ര ചെയ്ത് തിരിച്ച് വീട്ടിൽ വരാൻ കഴിയാത്ത അവസ്ഥകളുണ്ട്. ആ സമയത്ത് ജെസ്സി ഉറങ്ങും. And then I'm on the way home. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ I might be about 4 kilometers or 3 kilometers from home. ഞാൻ വീട്ടിലേക്ക് വരാൻ ഒരു 4-3 കിലോമീറ്റർ കൂടെ ഉണ്ട്. ആ ഒരു ദൂരത്തിൽ എത്തുമ്പോൾ By the time around that time, Jessie will suddenly wake up and she will know that I'm coming home. ആ സമയമാകുമ്പോൾ ജെസ്സി ഉണരും, എന്നിട്ട് പറയും വരുന്നുണ്ട്, വരാറായി എന്ന് തോന്നും. Why? Because there is a soul tie between her and me. കാരണം എനിക്കും ഭാര്യയും തമ്മിൽ ഒരു പ്രാണബന്ധമുണ്ട്. In the same way, husbands can also pick up when the wife is upset. ഇതുപോലെ തന്നെ ഭാര്യമാര് അവർ അപ്സെറ്റ് ആകുമ്പോൾ ഭർത്താക്കന്മാർക്കും അത് മനസ്സിലാകും. Why? Because there is a soul tie. കാരണം ഒരു പ്രാണബന്ധമുള്ളത് കൊണ്ടാണ്. So if the husband is very upset, the wife also picks up, and so you have, instead of one, you have 2 upset people now. അപ്പം ഭർത്താവിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായെന്നിരിക്കട്ടെ, അത് ഈ ഭാര്യ മനസ്സിലാക്കുന്നു, ഇപ്പൊ പ്രശ്നമുള്ള 2 പേരായി. Are you understanding? മനസ്സിലാവുന്നുണ്ടോ? Yes, no. How many of you have experienced that? Now you have 2 irritated people in the house. ഞാൻ പറയുന്നത് എത്ര പേര് അനുഭവിച്ചിട്ടുണ്ട്? ഇപ്പൊ വീട്ടിൽ പ്രശ്നമുള്ള 2 ആളുകളുണ്ട്. So between me and Jesse, this is what we have decided. ഞാനും ജെസ്സിയും ഇതാണ് തീരുമാനിച്ചത്. So when I identify that Jesse is going through some emotional challenge, ഇപ്പോ ജെസ്സി എന്തെങ്കിലും ഒരു പ്രശ്നത്തിലൂടെ അല്ലെങ്കിൽ ഒരു വൈകാരിക പ്രശ്നത്തിലൂടെ പോകുന്നത് എനിക്ക് മനസ്സിലായാൽ we will sit down and say, Jesse, you want to talk about it? ഞങ്ങൾ ഇരുന്നിട്ട് പറയും, ജെസ്സി അതിനെക്കുറിച്ചൊന്ന് പറയാൻ പറയും. She may not be ready. അപ്പോൾ ജെസ്സി അതിന് അന്നേരം തയ്യാറാകത്തില്ല. She may not be ready to talk about it. അന്നേരം അത് സംസാരിക്കാനൊന്നും തയ്യാറെടുത്തിട്ടുണ്ടാവത്തില്ല. Then I will tell her, I will have to break ungodly soul ties with you. Your emotional problem is your emotional problem. I don't want it to be part of it. അപ്പോൾ ഞാൻ പറയും, ഇപ്പോൾ ഞാൻ നീയുമായുള്ള ദൈവഹിതമില്ലാത്ത പ്രാണബന്ധം മുറിച്ചു മാറ്റാൻ പോവാണ്. കാരണം അത് നീ മാത്രം അങ്ങ് അനുഭവിച്ച അതിൽ ഞാൻ അതിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറയും. Then I tell her that it's okay for you to stew in it. I also don't want to stew in it. നീ അതിനകത്ത് കടന്ന് കൊഴിഞ്ഞു മറിഞ്ഞോ, എനിക്ക് അതിൻ്റെ കൂടെ ഇളകി മറിയാൻ താല്പര്യമില്ലെന്ന് പറയും. She will also do the same to me. അങ്ങനെ തന്നെ ജെസ്സിയും എന്നോട് ചെയ്യാറുണ്ട്. Are you understanding? So I will break off ungodly soul ties. By doing that, she continues to be the only one who has got that emotional challenge. When she is ready to talk about it, we are able to pray and break off the challenge that has come. അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ പ്രാണബന്ധം മുറിച്ച് മാറ്റി പുള്ളിക്കാരി മാത്രം അതിനെ അനുഭവിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അവർ എന്നോട് തുറന്ന് സംസാരിക്കാൻ തയ്യാറായാൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ആ പ്രാണബന്ധം മുറിച്ചു മാറ്റി ആ പ്രശ്നത്തിൽ ഞങ്ങൾ പുറത്തു വരും. So when I am breaking off ungodly soul ties, I am not divorcing her. It's not saying talak, talak, talak. ഞാൻ ഈ പ്രാണബന്ധം മുറിച്ചു മാറ്റുമ്പോഴേ സത്യത്തിൽ ഞാൻ അവരുമായിട്ടുള്ള വിവാഹബന്ധമല്ല വേർപെടുത്തത്. അന്നേരം തലാഖ് 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 എന്നല്ല പറയുന്നത്. So it is just I am breaking off the ungodly portion of my relationship with her. The godly portion still stays. അപ്പോൾ ഞാൻ അവിടെ ചെയ്യുന്നത് ദൈവഹിതമല്ലാത്ത പ്രാണബന്ധമാണ് മുറിച്ചു മാറ്റുന്നത്. ദൈവഹിതപരമായിട്ടുള്ള ബന്ധം അവിടെ നിലനിൽക്കുന്നു, അത് സൂക്ഷിക്കും. I hope I am able to explain. It will bring a lot of peace in your home if you are able to do that. ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക നിലയിൽ പറഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാൻ ഇതിലൂടെ കഴിയും. Now we can have soul ties with place also. ഇനി അടുത്തത് സ്ഥലങ്ങളുമായി ദേശങ്ങളുമായി ബന്ധപ്പെട്ട നമുക്ക് പ്രാണബന്ധനങ്ങൾ ഉണ്ടാകും. I had gone to Malaysia to a Bible school in the year 2000. 2000 ഞാൻ മലേഷ്യയിൽ ഒരു ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ പോയി. I come from a non-Pentecostal background. ഞാനൊരു പെന്തക്കോസ്ത് അല്ലാത്തൊരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വന്നത്. So when I went there, I was still part of the non-Pentecostal church. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോഴും പെന്തക്കോസ്തുകാരല്ലാത്ത ഒരു സഭയുടെ ഭാഗമായിരുന്നു. So I go there and for the first time I'm experiencing a move of the Spirit. ഞാൻ അവിടെ ചെന്നപ്പോൾ ആദ്യമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ആ ചലനം, ആ വ്യാപാരം എനിക്ക് അവിടെ അനുഭവിക്കാൻ കഴിഞ്ഞു. I also experienced the oneness of the Spirit
with the people. മാത്രമല്ല ആദ്യമായിട്ടാണ് ഈ ആളുകൾ തമ്മിലുള്ള ആ ഒരുമ, ഐക്യത, അതും എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. So after that, due to certain situations, we had to come back to India. അതിനുശേഷം ചില സാഹചര്യങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് ഇന്ത്യയിൽ മടങ്ങി വരേണ്ടി വന്നു. Then God opened the door for me to move to New Zealand. അതിനുശേഷം ന്യൂസിലാൻഡിലേക്ക് പോകാൻ ദൈവം എനിക്കൊരു വഴി തുറന്നു. So when I was in New Zealand, ഞാൻ ന്യൂസിലൻഡിലായിരുന്നപ്പോൾ things did not go according to my plan. ഞാൻ പ്ലാൻ ചെയ്ത പോലെ ഒന്നും കാര്യങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല. I am this big man of God who has gone to Bible school, who can move in the prophetic, who can preach, teach everything. But I went there and I became a car park attendant. ഞാൻ ബൈബിൾ സ്കൂളിലൊക്കെ പഠിച്ച് നല്ല പ്രവചനമൊക്കെ പറയുന്ന ഭയങ്കര അഭിഷക്തനായ ഒരു വലിയ ആളായിട്ടാണ് ഞാൻ അവിടെ ചെന്നത്. പക്ഷെ ഞാൻ ചെയ്യുന്നത് ചർച്ചിലെ കാർ പാർക്കിങ്ങിൽ കാർ പാർക്ക് ചെയ്യാൻ സഹായിച്ചുകൊണ്ടിരിക്കുക. So there is disappointed in my heart. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് എൻ്റെ മനസ്സിനകത്ത് വലിയ വിഷമമുണ്ടായി. So Sunday when I go to church, I'm excited because I love the man of God. I love his message. I love his ministry. I'm very excited. ഞാൻ ഞായറാഴ്ച ചർച്ചിൽ പോകുമ്പോഴത്തേക്ക് എനിക്ക് അവിടുത്തെ ദൈവദാസനെ ഇഷ്ടമാണ്, അതിൻ്റെ പ്രസംഗം ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ വളരെയധികം ഉത്സാഹമുള്ളവനായിരുന്നു. When I come home, Monday to Saturday, I'm not in that atmosphere and fellowship. I feel extremely disappointed. ഞാൻ വീട്ടിൽ വരുമ്പോൾ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ആ ചർച്ചിലെ ആ സാഹചര്യം അല്ലാത്തത് കൊണ്ട് ഞാൻ വളരെയധികം തകർന്നും വിഷമിച്ചും കഴിഞ്ഞു. So Sunday I want to be in New Zealand. അപ്പോൾ അതുകൊണ്ട് ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ എനിക്ക് ന്യൂസിലാൻഡിൽ നിൽക്കണം. Monday to Friday, Saturday, I'm complaining all about New Zealand, and I was thinking how much better Malaysia was. അപ്പോൾ തിങ്കൾ മുതൽ ശനിയാഴ്ച വരെ ഈ ന്യൂസിലാൻഡിൽ വന്നതിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് പറയും, അയ്യോ മലേഷ്യയിലെങ്ങാണ് നിന്നാൽ മതിയിരുന്നു, എന്ത് നല്ലതായിരുന്നു അവിടെ. And then, it was 6 months since I had been in New Zealand, and nothing seemed to move for us. ഞാൻ ഈ ന്യൂസിലാൻഡിൽ വന്നിട്ട് 6 മാസമായി, എന്നിട്ടും ഒരു കാര്യവും അങ്ങോട്ട് അനങ്ങുന്നില്ല, ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. So one day I went to God and I complained. ഞാൻ ഒരു ദിവസം ദൈവത്തിൻ്റെ മുമ്പായി ചെന്ന് പരാതി പറയാൻ തുടങ്ങി. I had a long list of complaint. എൻ്റെ കയ്യിലാണെങ്കിൽ പരാതിയുടെ ഒരു വലിയ ലിസ്റ്റ് ഉണ്ട്. When I finished, ഞാൻ അത് നിർത്തിയപ്പോൾ God said to me, കർത്താവ് പറഞ്ഞു, have you read in the book of James, it says a man who is not, a man who is double-minded, he's like a tossing sea. നീ യാക്കോബിന്റെ ലേഖനത്തിൽ വായിച്ചിട്ടില്ലയോ, ഇരുമനസ്സുള്ളവൻ അവൻ എന്താണ്, അസ്ഥിരനാണ്, അവൻ ഇളകിയാടുന്ന കടൽ പോലെയാണ്. I said, yes, Lord. ഞാൻ പറഞ്ഞു, അതേ കർത്താവേ. He said, you are like that now. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിന്റെ സ്ഥിതി ഇപ്പൊ അതുപോലെയാണ്. You are double-minded. നിനക്കിപ്പൊ ഇരുമനസ്സാണ്. Sunday you want to be in New Zealand. Monday to Friday you want to be in KL. ഞായറാഴ്ച നിനക്ക് ന്യൂസിലാൻഡിൽ നിൽക്കണം, തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ നിനക്ക് മലേഷ്യ പോകണം. You tell me, how can I bless you? Which prayer should I answer? നീ ഒന്ന് പറഞ്ഞതാ, നിന്റെ ഏത് പ്രാർത്ഥനയാ ഞാനിപ്പോ മറുപടി തരേണ്ടത്, ഞാൻ എങ്ങനെയാ നിന്നെ സഹായിക്കേണ്ടത്? On Sunday you say bless me in New Zealand. From Monday to Friday you say bless me in KL. ഞായറാഴ്ച നീ പറയും, കർത്താവേ എന്നെ ന്യൂസിലാൻഡിൽ വെച്ച് അങ്ങ് അനുഗ്രഹിക്കണം. തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച പറയും, എന്നെ ഞാൻ മലേഷ്യയിൽ വിടണം. He said, you decide where you want to live. കർത്താവിനോട് പറഞ്ഞു, നീ ആദ്യം തീരുമാനിക്കുക എവിടെ നീ താമസിക്കാൻ പോകുന്നുള്ളത് ചെയ്യുക. My plan for you is in New Zealand. നിന്നെ കുറിച്ചുള്ള എന്റെ പദ്ധതി എന്ന് പറയുന്നത് ന്യൂസിലാൻഡ് ആണ്. And I will bless you here. ഞാൻ ഇവിടെ നിന്നെ അനുഗ്രഹിക്കും. But if you decide to go to Malaysia, I will bless you there also. നിനക്ക് ഇപ്പൊ മലേഷ്യ പോകാനാണ് നിന്റെ ആഗ്രഹമെങ്കിൽ എനിക്ക് നിന്നെ അവിടെ അനുഗ്രഹിക്കാൻ പറ്റും. But you decide. നീ തീരുമാനിക്കുക. So that day I broke off ungodly soul ties with Malaysia. അന്ന് ഞാൻ ഈ മലേഷ്യയുമായുള്ള എൻ്റെ ദൈവഹിതമില്ലാത്ത പ്രാണബന്ധത്തെ ഞാൻ മുറിച്ചു മാറ്റി. That was the last time I had a pining within myself to go to Malaysia. അന്നായിരുന്നു ഈ മലേഷ്യ പോകണം, മലേഷ്യ തിരിച്ചു പോകണം എന്നുള്ള ആഗ്രഹം വന്ന അവസാനം, അതിന് ശേഷം വന്നിട്ടേ ഇല്ല. A few days after I did this, ഇത് ചെയ്തതിന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ I get a phone call from a pastor. ഞങ്ങളുടെ പാസ്റ്ററിൽ നിന്ന് എനിക്കൊരു കോൾ വന്നു. He said, Pastor, I'm moving to Melbourne. Can you come and take over my fellowship? അദ്ദേഹം അവനടുത്ത് പറഞ്ഞു, ഞാൻ ഓസ്ട്രേലിയ മെൽബണിലേക്ക് ഞാൻ മാറുക, എൻ്റെ കൂട്ടായ്മ വന്ന് ഏറ്റെടുക്കാമോ എന്ന് ചോദിച്ചു.
Are you understanding? Many times your blessings are not happening because you are double-minded. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ഈ ഇരുമനസ്സുള്ളത് കൊണ്ടാണ് നമ്മുടെ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് വരാത്തതിന്റെ പ്രധാന കാരണം. God wants to bless us. ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കണമെന്ന ആഗ്രഹമാണ്. You have to understand that God is not taking you to a place just to bless you. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവം ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് വെറുതെ അനുഗ്രഹിക്കാൻ മാത്രമല്ല. He can do that here, there, anywhere. കർത്താവിന് എവിടെ വേണമെങ്കിലും അത് ചെയ്യാം. But he is taking you to that place because he wants you to step into that place and change everything in that place. ദൈവം നിങ്ങളെ ആ സ്ഥലത്ത് കൊണ്ടുപോകുന്നതിന്റെ കാരണം അറിയാമോ? നിങ്ങൾ അവിടെ കാലു വെച്ച് അവിടുത്തെ സകല കാര്യങ്ങളെയും മാറ്റിമറിക്കണമെന്ന ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. He wants you to partner with him to be able to change that place. ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ ദൈവവുമായി പങ്കാളികളായി ദൈവം വരുത്താൻ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ ദൈവത്തോടൊപ്പം ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. But when you are so focused on just, I want to be blessed, I want to be blessed, you are not asking God or opening up with God that channel of understanding, why did you bring me to this place? അപ്പോൾ നമ്മൾ ദൈവമേ അനുഗ്രഹിക്കണേ എന്ന ഒറ്റ കാര്യത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തുന്നത് കൊണ്ട് ദൈവത്തിന് ആ പ്രത്യേക സ്ഥലത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ദൈവവുമായി സഹകരിക്കാൻ, ദൈവത്തിന് ഒരു മാധ്യമമാകാൻ നമുക്ക് കഴിയുന്നില്ല. That, many times God takes people to different places, but they are not able to flourish. നിങ്ങൾക്കറിയാം, അതുകൊണ്ടാണ് പല സന്ദർഭങ്ങളിലും ദൈവം ചിലരെ ചില സ്ഥലത്തേക്ക് കൊണ്ടുപോകും, പക്ഷെ അവർക്ക് അവിടെ ഫലവത്താകാൻ സാധിക്കുന്നില്ല. Because we are like the Israelites who left Egypt, but we are still talking about the matti and the ayla that we ate there and the velthulli that we ate there. അതുകൊണ്ടാണ് ഈ നമ്മൾ ഇസ്രായേൽ മക്കളെ പോലെയാണ്. ദൈവം നമ്മളെ ഇസ്രായേലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് കനാൻ ദേശത്തേക്ക് കൊണ്ടുപോവാണെങ്കിലും നമുക്ക് ഈ ഇസ്രായേലിൽ നമ്മൾ കഴിച്ച മത്തിയും അയിലയും അവിടുത്തെ വെളുത്തുള്ളിയും ഒന്നും നമുക്ക് മറക്കാൻ പറ്റുന്നില്ല. Are you understanding? When God moves you to another place, say, Lord, you brought me here. What is your plan for my life? അതുകൊണ്ട് തന്നെ ദൈവം നമ്മളെ ഏതെങ്കിലും ഒരു പുതിയ സ്ഥലത്ത് കൊണ്ടുവരുമ്പോൾ നാം ദൈവത്തോട് പറയും, കർത്താവേ, അങ്ങാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്, ഇവിടെ അങ്ങേക്ക് എന്നെ കുറിച്ചുള്ള പദ്ധതി എന്താണ്? That is why many people, they go from one country to the other country, they say, I will give you $50 more, they run to that country. And they go there, another country says, we will give you $2 more, they run to that country. And they don't understand why God is able to open different doors, and they go and chase their own dreams. അതുകൊണ്ടാണ് ചിലർ ഒരു രാജ്യത്തിൽ നിന്ന് വേറെ രാജ്യത്തേക്ക്, അവിടെ ചെല്ലുമ്പോഴത്തേക്ക് വേറെ രാജ്യം പറയും അവിടെ നമുക്ക് $2 കൂടെ കൂടുതൽ കിട്ടും, ഉടനെ അവിടെ ചെല്ലുമ്പോൾ വേറെ രാജ്യം. അവർക്ക് മനസ്സിലാകുന്നില്ല ദൈവം എന്തിനാണ് ഒരു രാജ്യത്തിന്റെ വാതിൽ തുറന്നു തരുന്നത്, ദൈവം എന്തിനാണ് അവിടെ കൊണ്ടുപോയത്. Hallelujah. ഹല്ലേലൂയ. You're all very quiet now. നിങ്ങൾ വളരെ ശാന്തരായിരിക്കുകയാണ്, നിശബ്ദരായിരിക്കുകയാണ്. Another soul tie is that we can have soul ties with characters in movies, television programs. We can also have soul ties with characters in the books and fantasies. അതുപോലെ തന്നെ നമുക്ക് സിനിമകളിൽ, TV സീരിയലുകൾ, കാർട്ടൂണുകൾ, ബുക്കുകൾ, ഇവയിലുള്ള കഥാപാത്രങ്ങളുമായിട്ട് നമുക്ക് എന്തുണ്ടാകും? പ്രാണബന്ധമുണ്ടാകും. We can have soul ties with our own fantasies as well. അത് മാത്രമല്ല നമ്മുടെ തന്നെ ഭാവനയും, എന്താണ് ഫാന്റസി, ഭാവനയുമായിട്ട്, നമ്മുടെ ആ ഭാവനയുമായിട്ട് നമുക്ക് പ്രാണബന്ധമുണ്ടാകും. Jesse and I got married. ജെസ്സിയും ഞാനും വിവാഹിതരായപ്പോൾ And then I realized that every time she is washing dishes, she is very tense. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, പാത്രം കഴുകുമ്പോഴെല്ലാം വളരെ ടെൻഷനാണ്. She is otherwise a very happy lady, always smiling. അല്ലെങ്കിൽ വളരെ സന്തുഷ്ടയായ ഒരു വ്യക്തിയാണ്, ചിരിച്ചുകൊണ്ടിരിക്കും എപ്പോഴും. But when she is washing dishes, don't go near her. She is very മുള്ളംപന്നി. എന്നാൽ ഈ പാത്രം കഴുകുന്ന സമയത്ത് അടുക്കാൻ പറ്റത്തില്ല, മുള്ളംപന്നി പോലെയാണ്. And then, after marriage, as a young couple does, we started talking. We were just chitting and chatting. കല്യാണത്തിന് ശേഷം സാധാരണ ചെയ്യുന്നത് പോലെ ഞങ്ങളിങ്ങനെ സംസാരിക്കുകയും ഒക്കെ തമാശ പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ she told me that, as she was a very studious student. വളരെ ശ്രദ്ധയോടെ വളരെ മികച്ച നിലയിൽ പഠിക്കുന്ന ഒരു വ്യക്തിയാണ് ആ പുള്ളിക്കാരി. She was like a bookworm, always studying. Neighbors did not know that there was a girl child in the family.
ഒരു പുസ്തകപ്പുഴുവാണ്, എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കും. ഈ അയൽവക്കക്കാർക്ക് അറിയത്തില്ല ഇങ്ങനെ ഒരാൾ ആ വീട്ടിലുണ്ടെന്ന്. So she passed year 10, got very good marks. 10ാം ക്ലാസ് വളരെ ഉയർന്ന മാർക്ക് മേടിച്ച് പാസ്സായി. So she is aiming to get even better marks in year 12. അപ്പോൾ 12ാം ക്ലാസ്സിൽ ഇതിലും അധികം മാർക്ക് മേടിക്കണം എന്ന ലക്ഷ്യത്തോട് പഠിക്കുകയാണ്. So as soon as vacation year 10 result came, she started preparing for year 12. അപ്പോൾ 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് വന്ന ആ സമയത്ത്, ആ വെക്കേഷന്റെ സമയത്ത് 12ാം ക്ലാസ്സിന് വേണ്ടി പഠിക്കാൻ ആരംഭിച്ചു. So year 11 and year 12 tuition every day. എല്ലാ ദിവസവും 11 +1-നും +2-നുമുള്ള ട്യൂഷൻ എല്ലാ ദിവസവും എടുക്കാൻ തുടങ്ങി. So she would walk from home and she will go to the tuition class. അപ്പോൾ വീട്ടിൽ നിന്നും ട്യൂഷൻ ക്ലാസ്സിലേക്ക് നടക്കും. On the way, she passes this. How many of you have heard of a company called Shah Alloys? ഷാ അലോയ്സ് എന്ന ഒരു കമ്പനിയെ കുറിച്ച് നിങ്ങൾ Very, കേട്ടിട്ടുണ്ടോ? very famous company. Many famous companies, owners lived in the neighborhood. ഒത്തിരി വലിയ വലിയ കമ്പനിയുടെ ഓണറുകൾ, അവരുടെ ഉടമസ്ഥരൊക്കെയും ഈ ഇതിന്റെ അയൽവക്കങ്ങളിലാണ് താമസിക്കുന്നത്. So she is passing by. അപ്പൊ ആ വഴി കൂടെ കടന്നു പോകുമ്പോൾ When she looks through the gate, ആ ഗേറ്റിലൂടെ നോക്കുമ്പോൾ she can see at least 3 servants working in their property. അവിടെ നോക്കുമ്പോൾ കുറഞ്ഞതൊരു 3 പേരെങ്കിലും ആ കോമ്പൗണ്ട് അകത്ത് പ്രോപ്പർട്ടിയിൽ ജോലി ചെയ്യുന്നത് കാണും. One is washing clothes, another working in the kitchen, somebody else doing something. ഒരാള് തുണി കഴുകുന്നു, വേറൊരാള് കിച്ചണിൽ എന്തോ ചെയ്യുന്നു. അങ്ങനെ പല ജോലിയിൽ ഏർപ്പെടുന്ന 3 പേരെ കാണും. She passes the first house, goes to the second house, same thing. അവിടുത്തെ ഒരു വീട് കഴിഞ്ഞ് അടുത്ത വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ അത് തന്നെ കാണും. Regularly she sees this. ഇത് സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ്. So in her heart she decides, I will marry somebody who has servants. അപ്പോൾ മനസ്സിൽ ഇങ്ങനെയൊന്ന് ആലോചിച്ചു, ഞാൻ വിവാഹം കഴിക്കുന്ന ആള് അദ്ദേഹത്തിന് 3 വേലക്കാർ കുറഞ്ഞതെങ്കിലും ഉണ്ടാവും. That is her fantasy, that's her desires, and she fantasizes about it. അങ്ങനെ ഒരു ഭാവന, ഒരു സ്വപ്നം അവർ ഉണ്ടാക്കാൻ തുടങ്ങി. She comes to my house, she becomes a servant in charge. പക്ഷെ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന വേലക്കാരി പോലെ മാറി. So because we were also servants in the house and she became the servant in charge there. ഞങ്ങളുടെ വീട്ടിൽ ഈ പണിയെല്ലാം ചെയ്യുന്നത് ഞങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് പുള്ളിക്കാർ ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ആ പണി അവർ തന്നെ ചെയ്യണം. So when I heard all about her fantasies, I said to her, do you realize that you have a soul tie with your fantasy? And we prayed through it. That was the last time. Now she does enjoy washing dishes. അപ്പോൾ ഞാനിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, ഇങ്ങനത്തെ സ്വപ്നങ്ങളും ഭാവനകളൊക്കെ ഉണ്ടായിരുന്നോ? എന്നിട്ട് അതുമായിട്ടുള്ള പ്രാണബന്ധനങ്ങൾ ഞങ്ങൾ മുറിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അതായിരുന്നു അവസാനത്തെ ദിവസം അങ്ങനത്തെ ചിന്തകൾ വന്നത്. Now she is happy to do dishes, she doesn't complain. ഇപ്പം വളരെ സന്തോഷത്തോടെ ആ കാര്യങ്ങളെല്ലാം പാത്രമൊക്കെ കഴുകും, ഒരു പ്രശ്നമില്ല, ഒരു പരാതിയില്ല. We can have soul ties with fantasies. അപ്പോൾ നമ്മുടെ ഈ സ്വപ്നങ്ങളുമായി ഭാവനകളുമായി നമുക്ക് ഈ പ്രാണബന്ധം ഉണ്ടാകും. If in my fantasy I was marrying Sridevi or Hema Malini or Shah Rukh Khan, the Shah Rukh Khan in my real life, I won't be able to be attracted towards him because in my fantasies I've got all these people. ചിലർക്ക് അവരുടെ ഭാവനയിൽ അവരെ ഇങ്ങനെ ഐശ്വര്യരായ കല്യാണം കഴിക്കുന്നതും അല്ലെങ്കിൽ അങ്ങനെയുള്ള സുന്ദരിമാരെ അല്ലെങ്കിൽ ഷാരൂഖ് ഖാനെ കല്യാണം കഴിക്കുന്നതാണ്. പക്ഷേ എൻ്റെ യഥാർത്ഥ ജീവിതത്തിലെ ഷാരൂഖ് ഖാനെ നോക്കിയാൽ ഞാൻ പോലും ഇഷ്ടപ്പെടത്തില്ല. Yeah, so when we get married to the real person, he is not a Shah Rukh Khan, he is not an Aishwarya Rai, and we struggle with that. അങ്ങനത്തെ സ്വപ്നങ്ങളുമായി കൊണ്ടു നടന്ന നാമ വിവാഹം ചെയ്ത് കഴിയുമ്പോൾ അത് ഷാരൂഖ് ഖാനും അല്ല, ഐശ്വര്യയും അല്ല, നമ്മൾ ആകെ പ്രശ്നത്തിലാകും, ആകെ വിഷയത്തിലാകും. Why? Because we have got this fantasy of a person in our dreams. കാരണം നമ്മുടെ മനോരാജ്യത്തിൽ നമ്മുടെ ആ സ്വപ്നങ്ങളിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. We look at all these big ministries. I was a fan of Uncle Dinakaran. നമ്മൾ അതുപോലെയാണ് വലിയ വലിയ ശുശ്രൂഷകനെ നോക്ക്. ഞാനാണെങ്കിൽ അങ്കിൾ ദിനകരൻ, DGS ദിനകരൻ്റെ ഒരു വലിയ ഫാനായിരുന്നു. Oh, I see his big ministry. 5 lakh people come to listen to him. ഞാൻ നോക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് വലിയ മിനിസ്ട്രിയാണ്. 5 ലക്ഷം ആളുകൾ അദ്ദേഹത്തിന്റെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു. My first meeting, there were 3 people in the meeting. എന്റെ ആദ്യത്തെ മീറ്റിംഗിൽ 3 പേര് മാത്രമായിരുന്നു. So I go and preach. God moved powerfully. That place shook.
just like in the book of Acts. ഞാൻ അവിടെ പോയി ശുശ്രൂഷിച്ചപ്പോൾ നമ്മൾ ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്നത് പോലെ വലിയ ദൈവാത്മാവ് ചലനമുണ്ടായി. ആ ഇരുന്നിരുന്ന സ്ഥലം കുലുങ്ങി. Honestly, it just shook and I was able to prophesy and do a lot of things. സത്യത്തിൽ ആ സ്ഥലം കുലുങ്ങി. എനിക്ക് പ്രവചിക്കാൻ പറ്റി, പ്രവചിച്ചു, ഒരുപാട് അങ്ങനത്തെ കാര്യങ്ങൾ നടന്നു. When people asked me about the meeting, I said, oh, there were only 3 people. 4 ആളുകൾ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു മീറ്റിംഗ്? 3 പേരെ ഉള്ളായിരുന്നു. Why? Because I've got this big fantasy of big stage and whatever. കാരണം ഞാൻ എപ്പോഴും സ്വപ്നം കണ്ടത് എൻ്റെ മനോരാജ്യത്തിൽ വലിയ മിനിസ്ട്രിയും വലിയ സ്റ്റേജും ഒക്കെ ആയിരുന്നു. There are many leaders and pastors and men of God who struggle like this because in their fantasies they have built this big image about what ministry should be like. ഇങ്ങനെ ഒരുപാട് ആത്മീയ നേതാക്കന്മാർ, പാസ്റ്റർമാർ, ശുശ്രൂഷകന്മാർ ഇതുപോലെ നിരാശരാണ്, വലിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നത്. കാരണം എന്തെന്നറിയാമോ? അവരുടെ മിനിസ്ട്രിയെ കുറിച്ച് സ്വപ്നം കണ്ടത് ഇതുപോലെ വലിയ കാര്യങ്ങളായിട്ടായിരുന്നു. We can have soul ties with animals also. ഇനി അടുത്തത്, മൃഗങ്ങളുമായി നമുക്ക് പ്രാണബന്ധനമുണ്ടാകും. You know, for you and I, dog is a dog. നമുക്ക് പട്ടി എന്ന് പറഞ്ഞാൽ പട്ടിയാണ്. But for those who have dogs as pets, for them that is like a family member. എന്നാൽ ഈ പട്ടിയെ വളർത്തുമൃഗമായിട്ട് വളർത്തുന്നവരുണ്ടല്ലോ, അവർക്ക് അവരുടെ കുടുംബത്തിലൊരു അംഗമാണ്. Somebody came to visit us. ഞങ്ങളെ ചിലർ ഞങ്ങളുടെ വീട് സന്ദർശിക്കാൻ വന്നു. And then they suddenly said, oh, we have to go. Chintu is by himself at home. പെട്ടെന്ന് പറയാണ്, ഞങ്ങൾക്ക് വീട്ടിൽ പെട്ടെന്ന് പോകണം, ചിന്റു ഒറ്റയ്ക്കേ ഉള്ളൂ. He will start crying if we don't reach there. ഞങ്ങൾ എത്തിയില്ലെങ്കിൽ അവൻ കരയാൻ തുടങ്ങും. So I said to my wife, I thought they had only girls. Who is this Chintu? It sounds like a boy's name. ഞാൻ പറഞ്ഞു, അവർക്കൊരു പെൺകുട്ടിയല്ലേ ഉള്ളൂ, ചിന്റു എന്ന് പറഞ്ഞാൽ അത് ആൺകുട്ടിയുടെ പേരാണല്ലോ, അതാരാ? So we asked, do you have another child? അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ കൂടാതെ വേറൊരു കുഞ്ഞുണ്ടോ? ഉണ്ട്. We just bought him. എന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് കുഞ്ഞുണ്ട്. അവന് ഞങ്ങൾ ഈ അടുത്തിടയ്ക്കാണ് മേടിച്ചത്. മേടിച്ചോ? കുഞ്ഞിനെ മേടിച്ചോ? Oh, then we realized they were talking about their puppy. പിന്നെ ഞാൻ മനസ്സിലായത് വീട്ടിലെ പട്ടിയെ കുറിച്ചാണ് ഈ പറയുന്നത്. Are you understanding? They have soul ties. മനസ്സിലായോ? അവർക്ക് പ്രാണബന്ധനമുണ്ട്. You know, I had in my staff, when I was working in the other church, in my staff I had lots of men and women working under me. ഞാൻ പറഞ്ഞല്ലോ, ഒരു ചർച്ചിൽ ഞാൻ ജോലി ചെയ്യായിരുന്നു. അവിടെ എൻ്റെ കീഴിൽ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. One of my staff, my personal secretary, she did not come for 2-3 days without informing me why. എൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ വ്യക്തിക്ക് 2-3 ദിവസമായിട്ട് കാണുന്നില്ല, എന്താ കാരണമൊന്നും പറഞ്ഞില്ല. Normally I don't chase people why they are not there, but when somebody does not inform me and come for 2-3 days, then I thought I need to follow this up. സാധാരണ ഇങ്ങനെ ആളുകൾ വരാതിരുന്നാൽ ഞാൻ അവരുടെ പുറകെ പോകാറില്ല. പക്ഷേ ഇത് എന്താണ് കാരണമൊന്നും പറഞ്ഞില്ല, വരുന്നുമില്ല. അതുകൊണ്ട് ഇതൊന്ന് എന്താണെന്ന് മനസ്സിലാക്കാൻ ഞാനൊന്ന് പുറകെ പോയി. So I called her mother because her mother was close to me. ഞാൻ അവളുടെ അമ്മയെ വിളിച്ചു, കാരണം അമ്മയുമായിട്ട് എനിക്ക് നല്ല അടുപ്പമുണ്ട്. So I asked her, how are you doing? ഞാൻ ചോദിച്ചു, എന്തുണ്ട് വിശേഷം? Oh, we have been in the hospital. അത് പറഞ്ഞു, ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു. I said, what happened? ഞാൻ പറഞ്ഞു, എന്ത് പറ്റി? Oh, she named the person who is my secretary. She said, oh, her dog died, and so she fainted and we had to take her to the hospital. She is under supervision. അപ്പോൾ എൻ്റെ ആ സെക്രട്ടറി അവളുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, അവളുടെ പട്ടി ചത്തുപോയി, അത് ഉടനെ അവൾ തലകറങ്ങി വീണു, പിന്നെ അവളെ എടുത്തോടെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി, 2-3 ദിവസം അവിടെ ആയിരുന്നു എന്ന് പറഞ്ഞു. Are you understanding? It's like a family relationship. അപ്പോൾ മനസ്സിലായോ, ഒരു കുടുംബാംഗത്തോടുണ്ടാകുന്ന അടുപ്പവും ബന്ധവും ഈ വളർത്തുമൃഗത്തോടുണ്ടാകുകയാണ്. I had fish. എനിക്ക് മീനുകളുണ്ടായിരുന്നു. Aquarium. So every time I go by the aquarium, all the fish will chase me like this. അപ്പോൾ ഞാൻ ഈ അക്വേറിയത്തിന്റെ അടുത്തൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് മീനുകളെല്ലാം വന്ന് ഇങ്ങനെ എന്നെ നോക്കിയിരിക്കും. I put Jesse or my children walk, nothing happens. ജെസ്സിയോ എൻ്റെ കുഞ്ഞുങ്ങളോ പോവുകയാണെങ്കിൽ ഇത് മൈൻഡ് ചെയ്യത്തില്ല. I walk past, they will look at me, they will follow me, they will come everywhere. ഞാനാണ് നടന്നു പോകുന്നതെങ്കിൽ ഇതെല്ലാം എന്നെ ഇങ്ങനെ നോക്കും, ഞാൻ പോകുന്ന ആ സ്ഥലത്തോട്ട് അത് വരും. Then I come and say, എന്തോ ഉണ്ടടാ മോനെ. അപ്പൊ ഞാൻ വന്നിട്ട് ആ മീനുകളെ നോക്കിട്ട് പറയും, എന്തോണ്ടാ മക്കളെ. One day when I woke up in the morning,
ഒരു ദിവസം ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ So this aquarium has got a thermostat because it's very cold. The temperature has to be maintained at certain limit. അപ്പോൾ അതിനൊരു തെർമോസ്റ്റാറ്റ് ഉണ്ട്. ഞങ്ങളുടെ തണുപ്പുള്ള രാജ്യമല്ലേ, അപ്പോൾ അതിന് ആ സമയത്ത് ആ വെള്ളത്തിൻ്റെ ചൂട് നിലനിർത്താനായിട്ട് പ്രത്യേക രീതിയിൽ നിലനിർത്താൻ തെർമോസ്റ്റാറ്റ് ഘടിപ്പിച്ചിട്ടുണ്ട്. So one day when I came back, the thermostat had stopped operating and the water was very hot and all my fish died. ഞാൻ ഒരു ദിവസം വന്നപ്പോഴത്തേക്ക് ഈ തെർമോസ്റ്റാറ്റ് പ്രവർത്തനം നിലച്ചുപോയി. ആ വെള്ളത്തിൻ്റെ ചൂട് ക്രമാതീതമായിട്ട് കൂടി മീനുകളെല്ലാം ചത്തുപോയി. When I came, one of them was lying like this and ഞാൻ വന്നപ്പോഴത്തേക്ക് അതിൽ ഒരാൾ ഇങ്ങനെ വെള്ളത്തിൻ്റെ ഇങ്ങനെ മേളി വന്ന് ഇങ്ങനെ ശ്വാസം എടുക്കാൻ വേണ്ടി ഇങ്ങനെ അനക്കുകയാണ്. oh, my heart broke. അത് കണ്ടപ്പോൾ എൻ്റെ ചങ്ക് പൊട്ടി. It took me a few weeks to recover from that. ആഴ്ചകളെടുത്തു ആ ഇതിൽ നിന്ന് പുറത്തു വരാൻ. Are you understanding? We can have ungodly soul ties with animals. It may be cow for you, it may be a horse, I don't know, but you can have soul ties with animals as well. മനസ്സിലാകുന്നുണ്ടോ? ഇതുപോലെ വളർത്തു മൃഗങ്ങളുമായിട്ട് നമുക്ക് പ്രാണബന്ധമുണ്ടാകാം. ഒരുപക്ഷെ നിങ്ങളുടെ പശു ആയിരിക്കാം, ആടായിരിക്കാം, കോഴിയായിരിക്കാം, ഏതാണെന്ന് എനിക്കറിയില്ല.